പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകില്ലെന്ന് കെ എം മാണി പറഞ്ഞിരിക്കുന്നു. അസംതൃപ്തിയില്ലെന്നും കെ എം മാണി പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് എം നേതൃത്വവുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ച അവസാനിച്ചു. ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. ആൽവിൻ, ഉഭയകക്ഷി ചർച്ച അവസാനിച്ചിരിക്കുന്നു. ധാരണകൾ, തീരുമാനങ്ങൾ, വിവരങ്ങൾ എന്താണ്? സൈഫുദ്ദീന് അല്പം മുമ്പാണ് ചർച്ചകൾ അവസാനിച്ചത്. UDF-ന്റെ നേതാക്കളെല്ലാം തന്നെ DCC ഓഫീസിലെത്തി ചർച്ച നടത്തിയിരുന്നു. കെ എം മാണിയോടൊപ്പം PJ ജോസഫും അവസാന ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, PP തങ്കച്ചൻ, രമേശ് ചെന്നിത്തല, VM സുധീരൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇതിനെ തുടർന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകാനാകില്ല എന്ന് കെ എം മാണി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഏറ്റുമാനൂരിലും കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കും. കുട്ടനാട് സീറ്റും ഡോക്ടർ KC ജോസഫ് മത്സരിച്ചിരുന്ന കുട്ടനാട് സീറ്റും കേരള കോൺഗ്രസിന്റേതാണ്. കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്നുള്ള ഉറച്ച വാക്കുകളാണ് കെ എം മാണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സീറ്റുകൾ കേരള കോൺഗ്രസിന് കുറവാണ്, അത് കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചതായി അദ്ദേഹം പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയും കെ എം മാണിയും ഉൾപ്പെടെയാണ് ഒരുമിച്ചാണ് നമ്മൾ മാധ്യമങ്ങളെ കണ്ടത്. ഈ കൂടുതൽ ചർച്ചകൾ 10-ന് തിരുവനന്തപുരത്ത് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകാനാകില്ലെന്ന് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം കെ എം മാണി പ്രതികരിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് ആൽവിൻ തോമസ് നൽകിയത്.